ഹിന്ദുക്കളെ വിമർശിക്കാം, ക്രിസ്ത്യാനികളെ വിമർശിക്കാം, മുസ്ലിമിനെ വിമർശിക്കാം. എന്താ ഇപ്പം മുസ്ലിങ്ങളെ സ്വർണം കൊണ്ടുണ്ടാക്കി? നമ്മളെ വിറയൽ മോഹന് പുതിയൊരു വിമർശനമായിട്ട് വന്നാണ്. എന്താ വിമർശനം അറിയോ? മുസ്ലിങ്ങൾ എന്താ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നാ ചോദിക്കുന്നത്. അതിന് നല്ലൊരു മറുപടി ആയിട്ട് നമ്മളെ ഉസ്താദ് വന്നാണ്. ആദ്യം കാണി, എന്നിട്ട് ബാക്കി. ഹിന്ദു മതത്തെ വിമർശിക്കാം, ക്രിസ്തീയ മതത്തെ വിമർശിക്കാം, പക്ഷേ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാൻ പറ്റത്തില്ല. ടീച്ചർ സാറേ, ഈ പറഞ്ഞത് ഒരു വിമർശനമല്ലേ? ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന ഭയപ്പെടുത്തലും ഒരു ഇസ്ലാം വിമർശനമല്ലേ? ഞാനിപ്പോൾ ഇതിന് മറുപടി പറയുന്നത് ഒറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മറുപടി പറയാൻ പാടില്ലാത്തതാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഒരു സമയം, ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. സാറേ, കേരളത്തിൽ ഒരുപാട് ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ മുസ്ലിമീങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിലും മുസൽമാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുക. അതിനകത്ത് എവിടെങ്കിലും ഹിന്ദു വിമർശനം, ക്രിസ്ത്യൻ വിമർശനം, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പോരാട്ടം, ഹിന്ദുക്കൾക്കെതിരെയുള്ള പോരാട്ടം, ഇങ്ങനെ എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുണ്ടോ? ഫേസ്ബുക്ക് പേജുകളുണ്ടോ? നിരന്തരമായി ഒരു ദർശനത്തെ എതിർക്കാൻ, ക്രിസ്തീയ വിശ്വാസങ്ങളെ എതിർക്കാൻ, അവരുടെ ആശയങ്ങളെ അവഹേളിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പേജ്, അതിനുവേണ്ടി നിരന്തരമായി നിലനിൽക്കുന്ന ആളുകൾ, അതിൻ്റെ വാക്താക്കളായി നിലനിൽക്കുന്ന ആളുകൾ, അതിൻ്റെ പാർപ്പിടമായി നിലനിൽക്കുന്ന ആരെങ്കിലും ടീച്ചർ സാറിനറിയോ? എന്നാൽ സാറേ, നിങ്ങളുടെയൊക്കെ വാട്സപ്പ് തുറന്നാൽ ആയിരക്കണക്കിന് ഇസ്ലാം വിമർശനത്തിൻ്റെ കുത്തക അത് മാത്രമേ അതിനകത്ത് വരുള്ളൂ. 24 മണിക്കൂർ ഈ മുസ്ലിമും ഇസ്ലാമും തന്നെ ചർച്ച. അങ്ങനെ എത്ര ഗ്രൂപ്പുകൾ നിലയിലുണ്ട്. ഫേസ്ബുക്കിൽ എത്ര പേജുകളുണ്ട്, എത്ര ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമും ഇസ്ലാമും അപകടത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ വിമർശിച്ചിട്ടും, നിങ്ങളിങ്ങനെല്ലാം വിമർശിച്ചിട്ടും നിങ്ങൾ ഭയപ്പെടുന്ന എന്താണ്? നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ആളുകൾ മറ്റൊരു ആശയത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാടല്ല നിങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെങ്കിലും ആളുകൾ ഇങ്ങനെ വിട്ടുപോകുന്നു, മറ്റേ ആശയങ്ങളിലേക്ക് പോകുന്നുള്ള ഭയപ്പാടുണ്ടോ? ഇനി ഇതെല്ലാം പോട്ടെ, ടീച്ചർ സാറിന് ചിന്തിക്കാൻ വേണ്ടി വേറും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് ഇസ്ലാം വിമർശകനായി നിങ്ങൾ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന ആരിഫ് ഹുസൈൻ അല്ലേ? അദ്ദേഹം ഇസ്ലാമുമായി അദ്ദേഹത്തിന് ഇത് ബന്ധമെന്ന് അറിയത്തില്ല. ഖുർആൻ അറബി ഉച്ചാരണം പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇസ്ലാമിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശുദ്ധമായി ഖുർആനുമായി ബന്ധപ്പെട്ടോ ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ടോ ഒരു ബിരുദം പോലും അദ്ദേഹത്തിനില്ല അല്ലേ? ഓക്കെ അല്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട TS ശ്യാംകുമാർ, അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ, എൻ്റെ അറിവ് ശരിയാണ്, എൻ്റെ അറിവ് അനുസരിച്ച് പറയാണ്, സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ് അല്ലേ? അതിമനോഹരമായി ഹിന്ദു വിമർശനം നടത്തുന്ന ആളാണ്. ഞങ്ങൾ ആരെങ്കിലും TS ശ്യാംകുമാറിനെ കൊണ്ടുവന്ന് ആഘോഷിക്കുന്നതാണ്? അദ്ദേഹത്തിൻ്റെ നല്ല ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട്, ചിലപ്പോൾ ഷെയർ ചെയ്യും, അത് കേൾക്കും. അത് മൊത്തത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പങ്കുവെക്കാറുള്ളൂ. അദ്ദേഹം ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ടോ, പങ്കുവെക്കാറുണ്ടോ? അദ്ദേഹത്തിനെ ഞങ്ങൾ വേദി കൊടുത്തിട്ട് നിങ്ങൾ ഹിന്ദുവിനെ വിമർശിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളം കൊണ്ട് നടക്കാറുണ്ടോ? ഇല്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ ആരിഫ് ഹുസൈന് വേദി കൊടുക്കുന്ന ആരാ? ആരിഫ് ഹുസൈനെ കൊണ്ട് നിരന്തരമായി എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാകുന്നത് അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം തരംതാന്ന പ്രയോഗം. നിങ്ങൾ മാത്രമല്ല, നമ്മുടെ ഗുരുമൂർത്തിയില്ലേ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ജനൻ ടിവിയിൽ വന്ന് പച്ചക്ക് തോന്നിയ ദിവസം പറയല്ലേ, ഞങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇന്ന് വരെ ഒരു മുസൽമാൻ രാമനെയോ കൃഷ്ണനെയോ നിങ്ങളുടെ ഏതെങ്കിലും ദർശനങ്ങളെയോ ഞങ്ങൾ ആരെങ്കിലും അവഹേളിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പണ്ഡിതന്മാർ മഹാസമ്മേളനം നടക്കുന്നു, ലക്ഷങ്ങൾ കൂടുന്ന അത്തരൊരു സമ്മേളനം നിങ്ങൾ ഇതുവരെ നടത്തി നമ്മൾ കണ്ടിട്ടില്ല. ലക്ഷങ്ങൾ കൂടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു സംഘടന നടത്തുമ്പോൾ പോലും ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. അവരുടെ മുമ്പിൽ നടത്തുന്ന പ്രസ്താവനകൾ, ബഹുമാനപ്പെട്ട AP ഉസ്താദാണെങ്കിലും ജിഫ്രി തങ്ങളാണെങ്കിലും ഇസ്ലാമിലെ മറ്റ് സംഘടനകൾ, അവരുടെ പണ്ഡിതന്മാർ, അവരുടെ നേതൃത്വം ആ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന പ്രസംഗമെങ്കിലും ബഹുമാനപ്പെട്ട TG സാറെന്ന് കേട്ടു നോക്കും. എത്ര മനോഹരമായാണ് അവരുടെ ഇസ്ലാമിക സിദ്ധാന്തങ്ങളെ, ആശയങ്ങളെ, അച്ചടക്കങ്ങളെ, സ്വൽസ്വഭാവത്തെക്കുറിച്ച്, സവിശേഷമായ ജീവിതത്തെക്കുറിച്ച്, അങ്ങനെ ആയെങ്കിൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനും മരിക്കാൻ കഴിയൂ എന്ന നിതാന്ത ദർശനത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നു. നിങ്ങളുടെ വിഷയം എന്താണ്? നിങ്ങളൊക്കെ സമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപകടത്തിലാണ്, ദേ വരുന്നു മുസൽമാൻ, അവൻ ഇപ്പൊ രാജ്യം പിടിച്ചടക്കും, ഇതല്ലേ നിങ്ങളുടെ ചർച്ച? നിങ്ങൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അറിയാൻ ചോദിക്കാൻ. ഭരണം നിങ്ങളുടെ കയ്യിൽ, അധികാരം നിങ്ങളുടെ കയ്യിൽ, പട്ടാളം നിങ്ങളുടെ കയ്യിൽ, പോലീസ് നിങ്ങളുടെ കയ്യിൽ, എന്നിട്ട് നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു രോമത്തിന് തട്ടുന്ന സംഗതിയല്ല. സാറ് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ പറയപ്പെട്ട ജാമിദയാണെങ്കിലും രോമസിംഹമാണെങ്കിലും ഇവരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ പണിയെ നടത്തിയില്ല. എന്താ ഇതിന്റെ ആഫ്റ്റർ റിസൾട്ട്? ജനൻ ടിവിയിൽ കൊണ്ടുവന്ന് ജാമിദയെ സംസാരിപ്പിച്ചു. വളരെ വൃത്തികെട്ട സംസാരങ്ങൾ, അവർ അങ്ങേയറ്റം വൃത്തികെട്ട സംസാരിക്കുക.
ഇവരെല്ലാം ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് മുസൽമാനും ഇസ്ലാമിനും എന്ത് സംഭവിച്ചു? സാറേ, ഈ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകത്ത് അതിൻ്റെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ആ ഇസ്ലാം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ അക്രമം, ആശയപരമായ അക്രമം, ആയുധപരമായ അക്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങളും അക്രമങ്ങളും സായുധ അക്രമങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടന്നിട്ടും ഞങ്ങൾ അതിനെയൊക്കെ ഏത് രൂപത്തിലാണ് നേരിട്ടിട്ടുള്ളൂ എന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മതി. ചെങ്കിസ് ഖാൻ എത്ര ആളുകളെ കൊന്നു, ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ എത്ര മില്യൺ മനുഷ്യരാണ്, മുസ്ലിമീങ്ങളാണ് മരണപ്പെട്ടു പോയത്. ഒരു നദിയുടെ കരയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുടെ വിളിയാളങ്ങൾ, ചരിത്രം പറയുന്നത് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള പുഴക്കക്കരയിൽ നിന്ന് കുട്ടികളുടെ, ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ അമർന്നുപോയ ഉമ്മമാരുടെ, പാല് കുടിക്കുന്ന കുട്ടികളുടെ വിളിയാളങ്ങൾ കേട്ട് മരവിച്ചു പോയ മനുഷ്യരുണ്ട്. എന്നിട്ടും കൊന്നു തീർക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഒരിക്കലും സത്യത്തെ കൊന്നു തീർക്കാനോ തിന്നു തീർക്കാനോ കഴിയില്ല എന്നുള്ളത് ടി.ജി. സാറ് മനസ്സിലാക്കി വെക്കൽ വളരെ നല്ലതാണ്. എന്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളെ വിമർശിക്കണേന്ന് കുഴപ്പമൊന്നുമില്ല, വിമർശിച്ചോളൂ. പക്ഷെ മുസ്ലിങ്ങളെ മാത്രമാണല്ലോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിലും മുസ്ലിങ്ങൾ തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഏതായാലും അടുത്ത കെണിയുമായിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ്. ബൈ ബൈ.